എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന കവിവചനം മാറ്റി പറയാൻ തോന്നുന്നുണ്ട് ആലപ്പുഴയിൽ എത്തി നിൽക്കുമ്പോൾ. ആലപ്പുഴയിൽ ആകമാനം പാലങ്ങളാണ്. മനോഹരമായ പാലങ്ങളിൽ നിൽക്കുകയാണ്. ചമ്പക്കുളം നെടുമുടി പാലത്തിലാണ് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. പമ്പയാറിന് കുറുകെ 7 സ്പാനുകളിലായി 170.26 മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഈ ഒരു പാലം വരിക എന്നത്. കിഴക്കേക്കരയിലേക്ക് 30 മീറ്ററും പടിഞ്ഞാറേക്കരയിലേക്ക് 120 മീറ്ററുമാണ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം. ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലുമുണ്ട് പ്രത്യേകത. മെക്കാഫറി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. മെക്കാഫറി സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ കമ്പികൾ കെട്ടി കല്ലും മണ്ണും നിറച്ച് അടിവശം ബലപ്പെടുത്തുന്നതാണ് മെക്കാഫറി സാങ്കേതിക വിദ്യ. അത് ഇവിടെ ഉപയോഗിക്കാൻ കാരണം കുട്ടനാട്ടിലെ പ്രാദേശികമായ സ്വാഭാവികമായ മണ്ണാണ്. അതിന് ഉറപ്പ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ മെക്കാഫറി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 100 വർഷം ഗ്യാരണ്ടിയാണ് ഈ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും പാലം നിർമ്മാണത്തിനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉറപ്പ് നൽകുന്നത്. പൂനെയിൽ നിന്ന് മിഷനറികൾ വരുത്തിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. രണ്ട് പഞ്ചായത്തൂടെ ഒന്നായി. ഇപ്പം ആൾക്കാർക്ക് കടത്തോളത്തെ കടന്ന് ഇറക്കി പോകാതെ പാലത്തുകൂടെ പോകുമ്പോൾ അവർ കുറച്ചുകൂടി ഇതാകുന്നുണ്ട്. പിന്നെ AC റോഡ് എന്തെങ്കിലും ബ്രേക്ക് ആയാൽ ഇങ്ങനെ കയറി ആലപ്പുഴയ്ക്കോ തിരുവനന്തപുരത്തോ പോകാനുള്ള സൗകര്യവും ഈ പാലത്തിനുണ്ട്. നാട്ടുവണ്ടി വോട്ട് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പടഹാരം പാലത്തിലാണ്. അതായത് നെടുമുടി തകഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 453 മീറ്റർ നീളമുള്ള പാലത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ മറ്റു പാലങ്ങളിലൊക്കെ കാണുമ്പോൾ സൈഡിലാണ് ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള നടക്കാനുള്ള ഫുട് വേ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പാലത്തിൽ 2 നിലകളിലായിട്ടാണ് പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ ഈ വരിയിലൂടെ പോകുന്നത് വാഹനങ്ങൾ മാത്രമാണ്. കാൽനട യാത്രികർക്ക് സഞ്ചരിക്കാനുള്ള വഴി താഴെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഇരട്ട നിലകളിലുള്ള ആദ്യ പാത്വേ ഒരുക്കിയ പാലം കൂടിയാണ് പടഹാരം പാലം. കിഫ്ബി ഉപയോഗിച്ച് 60 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. അതുമാത്രമല്ല, ഈ പാലത്തിന്റെ സൈഡിലൂടെ കാണുന്ന 8 വാച്ച് ടവറുകൾ, ഈ വാച്ച് ടവറുകൾ കേരള വാസ്തുവിദ്യ മോഡലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മനോഹരിയായ പമ്പയാറിന്റെ ദൃശ്യങ്ങൾ, കുട്ടനാടിന്റെ മനോഹാരിത ഈ വാച്ച് ടവറിൽ നിന്ന് വിദൂര ദൃശ്യങ്ങളായി ആ പച്ചപ്പും ഹരിതാപയും ഭംഗിയൊക്കെ കാണാനുള്ള ഒരു സൗകര്യം കൂടെയാണ് ഈ പടഹാരം പാലം. ஆலப்புழாவில் இந்த பிளேஸ் வந்து நல்லாயிருக்கும், சீனரி வந்து வியூ நல்லாயிருக்கும்னு இன்ஸ்டா பேஜில் பார்த்து இங்கே வந்தோம். ஆக்சுவலி சூப்பர், வண்டர்ஃபுல். ആലപ്പുഴയുടെ മൊഞ്ചു വർദ്ധിപ്പിക്കുന്ന മനോഹരങ്ങളായ പാലങ്ങൾ തേടി നമ്മുടെ യാത്ര, നാട്ടുവണ്ടി വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് തോട്ടപ്പള്ളിയിലെ 4 ചിറ പാലത്തിലാണ്. കിഫ്ബിയുടെ മറ്റൊരു മനോഹരമായ നിർമ്മിതി. 60 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് 453 മീറ്റർ നീളമുള്ള ഈ പാല നിർമ്മാണം പൂർത്തിയാക്കിയത്. ദേശീയ ജലപാത കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ പാലത്തിന് സെൻട്രൽ സ്പാനുകളില്ല. ഇതിന്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത് എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം എന്നാണ് ഇതിന്റെ പാലത്തിന്റെ നിർമ്മാണ രീതിയെ പറയുന്നത്. അതായത് 2 എൻഡിലുമാണ് സ്പാനുകൾ വരുന്നത്. ദേശീയ ജലപാതയ്ക്ക് കുറുകെ ആയതിനാൽ തന്നെ നടുവിൽ സ്പാനുകൾ വരുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഈ പാലത്തിന്റെ പ്രത്യേകത. പാലം അടിപൊളിയാണ്, സൂപ്പറാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയെ കുറച്ചൊന്ന് ആളുകളുടെ മുന്നിലൊരു അട്രാക്റ്റീവ് ആക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പുഴയും പാലങ്ങളും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ കുറേ പാലങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വലിയഴിക്കൽ ഭാഗത്താണ് ഞങ്ങളുടെ വീട്. അവിടെ ഒരു പാലമുണ്ട്, അടിപൊളിയാണ്. അതുപോലെ ഇതും ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് വരികയാണ്. നല്ല രസമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല പാലമാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂവും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ രാത്രിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ കാണാനൊക്കെ അടിപൊളിയായിരിക്കും. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിച്ച ആലപ്പുഴ ചേർത്തല സെന്റ് മേരീസ് പാലത്തിലാണുള്ളത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലത്തിന്റെ പുനർനിർമ്മാണം. 24 മീറ്റർ നീളമുണ്ട്, 10 മീറ്റർ വീതിയാണ്. ഈ പാലത്തിന് ഇരുവശവും ഫുട്പാത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. നാട്ടുവണ്ടി വോട്ട് യാത്രയുടെ ഒരൊറ്റ എപ്പിസോഡിൽ കാണിച്ചു തീർക്കാവുന്നതും പങ്കുവെച്ച് തീർക്കാവുന്നതുമല്ല ഈ ആലപ്പുഴയിലെ മനോഹരങ്ങളായ പാലങ്ങളുടെ വിശേഷങ്ങൾ. ചേർത്തലയിലെ നെടുമ്പ്രക്കടവ് വിളക്കുമരം പാലത്തിലാണ് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 21 കോടി 77 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
വയലാർ കായലിന് കുറുകെ ഇരുഭാഗങ്ങളിലായി, അതായത് വിളക്കുമരം ഭാഗത്ത് 191 മീറ്ററും വിളക്കുമരം ഭാഗത്തിന് അപ്പുറത്ത് നെടുമ്പ്രക്കടവ് ഭാഗത്ത് 128.5 മീറ്ററും ഇരു കരകളിലും പാലം നിർമ്മിച്ചാണ് ഈ നെടുമ്പ്രക്കടവ് വിളക്കുമരം പാലം പൂർത്തീകരിച്ചത്.